ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം കൊമേഴ്സ് പേപ്പറിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്സിൽ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലം ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റൻസ് വരാറുണ്ട്. വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റിൽ നമുക്ക് 2-3 ഫോർമുലാസ് പഠിച്ചു നോക്കാം. ഒന്ന്, ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുല. ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ് റവന്യൂ, അതായത് നമ്മളുടെ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പെന്ന്, നമുക്ക് ആ ഒരു പെന്നിന്മേൽ നമുക്ക് 2 രൂപയാണ് ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ നെറ്റ് റവന്യൂ, അതായത് നമ്മൾ 10 രൂപയ്ക്കാണ് ആ സാധനം വിറ്റിരിക്കുന്നത്, അതാണ് നെറ്റ് സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് റവന്യൂ എന്ന് പറഞ്ഞത്. 10 രൂപയ്ക്ക് വിട്ട പെന്നിൻ്റെ അകത്ത് 8 രൂപ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതറിയാമെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതേ സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ഫോർമുലയുണ്ട്, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസിൽ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടെത്താനായിട്ടാണെങ്കിൽ പെർസെൻറ്റേജിൽ എന്താണ് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അറിയണം. ഗ്രോസ് പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. മറക്കരുത്, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്നും ചിലവായ എമൗണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ചെയ്താൽ ആ നെറ്റ് സെയിൽസിന്റെ ബേസിലാണ് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത് മനസ്സിലാവുന്നത് അല്ലേ? എത്ര വിറ്റു അതിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പം നെറ്റ് സെയിൽസിന്റെ എത്ര ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് അതിന്റെ പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. നമുക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഈ വർഷത്തിന്റെ ആദ്യം നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ? ബിഗിനിങ് ഇൻവെന്ററി ഉണ്ട്, ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ട്. ദെൻ അതിനോടുകൂടി എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷം പർച്ചേസ് ചെയ്യുന്ന ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും നമ്മൾ ഈ വർഷം അവസാനം മിച്ചം ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതായത് ഈ വർഷം നമ്മൾ എന്തുമാത്രം നമുക്ക് നമ്മുടെ ഗുഡ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങോടുകൂടി ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്ത് നമ്മളുടെ എൻഡിലെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ മുന്നത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് റവന്യൂ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം അല്ലെ? എന്താണ് കാരണം? അപ്പൊ നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്നതാണ്? സെയിൽസിന്റെ അകത്ത് എന്തുകൊണ്ട്? നെറ്റ് റവന്യൂ ഉണ്ട്, നെറ്റ് ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും ഉണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാലും എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും അല്ലെ? മനസ്സിലായോ? അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു നെറ്റ് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ഈസ് ഇക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റിന്റെ പോർഷൻ കുറച്ചാൽ മതി. ഇനി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മളൊരു പെണ്ണ് 10 രൂപയാണ് പെണ്ണിന്റെ വില. അത് 10 രൂപയുള്ള ഒരു പെണ്ണ്. ആ 10 രൂപ വിലയുള്ള പെന്നിന് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 രൂപ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 8 രൂപ. അങ്ങനെയാണെങ്കിൽ ആ പെന്നിന്റെ വില ടോട്ടൽ അങ്ങനെയാണെങ്കിൽ എത്രയായി? 10 രൂപ അല്ലെ? 10 രൂപ വിലയുള്ള പെന്നിന്റെ അകത്ത് 2 രൂപ പ്രോഫിറ്റും 8 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റുമാണ്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് 10 രൂപ പെന്നിന്റെ വിലയാണെന്നും 2 രൂപ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെന്നും അറിയാമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 10ൽ നിന്ന് 2 കുറച്ചാൽ മതി, 8 രൂപയാണ് മനസ്സിലാവും. ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി സെയിൽസിന്റെ കേസിലേക്ക് വന്നാലോ, ഇതേ നമ്മുടെ ഇക്വേഷൻ വെച്ച് ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുല വെച്ച് തന്നെ നമുക്ക് സെയിൽസ് കണ്ടെത്താം. സെയിൽസ് എത്രയാണ്? നമ്മൾ പറഞ്ഞു സെയിൽസ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സെയിൽസിൽ നിന്നും ടോട്ടൽ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസോ ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരിടത്തും ഇനിയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും തരത്തില്ല. അപ്പോൾ നമ്മളിത് കണ്ടെത്തണം. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കണ്ടെത്താൻ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ട ഐഡിയ ആണ് സെയിൽസ് നമ്മൾ എപ്പോഴും 100% ആക്കി എടുക്കുക. സെയിൽസ് എത്രയാണ്? 100% ആയിട്ട് സെയിൽസിനെ എടുക്കുക. 100% നമ്മുടെ സെയിൽസ്. ഇനി ഈ സെയിൽസിൽ 100% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസും ദെൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പ്രോഫിറ്റും കൂടെ കൂടുന്നതാണ് നമ്മളുടെ സെയിൽസ് ഈ 100% എങ്കിൽ ഇതിനകത്ത് എത്രയോ പെർസെൻറ്റേജ്, ഫോർ എക്സാമ്പിൾ 80% എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ ബാക്കി 20% ആയിരിക്കും പ്രോഫിറ്റ്. 40% പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 60% എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് പ്രോബ്ലംസ് നോക്കാം. ഗിവൺ കോസ്റ്റ് ഓഫ് സെയിൽസ് as ₹40,000. If profit to be charged is 20% of sales, what will be the sales? ഇത് നമുക്ക് തന്നിട്ടുണ്ട്
കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 40,000 ആണ്. പ്രോഫിറ്റ് സെയിൽസിന്റെ ഒന്ന് ഓർത്തോണേ. ഇപ്പം ഇതിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ആയിരുന്നു എളുപ്പമായിരുന്നു. പക്ഷെ നമുക്ക് എന്താ തന്നേക്കുന്നത്, സെയിൽസിന്റെ 20% പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അതൊന്നുമല്ല, സെയിൽസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്നതോടെ നോക്കാം. ഗിവൺ കോസ്റ്റ് ഓഫ് സെയിൽസ് 40,000, പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 20%. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു സെയിൽസ്. അതായത് സെയിൽസ് എത്രയോ ആണ് അതിന്റെ 20%. ഇപ്പൊ നമുക്ക് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. 0.20 ഡിവൈഡ് ബൈ 100 2 0 ആണ്. അപ്പൊ 2 പോയിന്റ് മാറ്റി നമ്മൾ കുത്തിട്ടു. അപ്പൊ എന്താണ് 0.20. 0.20 എസ് അല്ലെ, സെയിൽസിന്റെ 0.20 ആണ് എന്ത് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെയിൽസിന്റെ ഇക്വേഷൻ ഇവിടെ എടുക്കാം. നമുക്ക് സെയിൽസ് എല്ലാം കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് നമുക്കറിയാം 40,000. പ്രോഫിറ്റ് എന്താണ് ഈ എസിന്റെ 20S, ഈ എസിന്റെ 20S. ഇത് നമുക്ക് ഇത്രയും നമുക്ക് അറിയാം. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഓൾറെഡി പറഞ്ഞു, സെയിൽസ് എപ്പോഴും എന്തായിട്ട് എടുക്കാം? 100%. അതായത് ഞാനൊരു പെന്നിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പം ഒരു 10 രൂപ വിലയുള്ള പെന്ന്, അതാണ് അതിന്റെ 100% എന്ന് പറയുന്നത്. അതിൽ 20% അതിന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കി 80% ഉറപ്പായിട്ടും എന്താണ്? ആ പെന്നിന്റെ കോസ്റ്റ് ആണല്ലോ അല്ലെ. അപ്പൊ സെയിൽസിന്റെ 100% നമ്മൾ എടുത്തു. സെയിൽസ് 100% ആണെങ്കിൽ അതിൽ സെയിൽസിന്റെ 20% ആയിട്ടുള്ള പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എന്താണ്? നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്നത് 80% ആണല്ലോ. സെയിൽസിന് നമ്മൾ 100% എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അതിൽ നിന്ന് നമ്മൾ സെയിൽസിന്റെ 20%, സെയിൽസിന്റെ 20% ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ല. സെയിൽസിനെ നമ്മൾ ഇങ്ങനെ, നമുക്ക് നമ്മുടെ കയ്യിൽ സെയിൽസ് ഇല്ല, പ്രോഫിറ്റ് ഇല്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ സെയിൽസിനെ 100% എടുക്കുന്നു. ആ പെന്നിന്റെ എക്സാമ്പിൾ മനസ്സിലേക്ക് വരണം. അപ്പോൾ എന്താണ്, അപ്പൊ ഈ സെയിൽസ് 100% ആണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എത്രയാണ്? അതിന്റെ 20% ആണ്. അപ്പം 100 മൈനസ് 20, അതായത് എന്താണ് 100-ൽ നിന്ന് 20% കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 80%. നമ്മൾ പെർസെന്റേജിനെ വീണ്ടും എന്ത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. 80S അല്ലെ, അതായത് സെയിൽസിന്റെ 20S ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 80S ആണ് എന്ത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 80S = 40,000 ആണെങ്കിൽ നമ്മൾ ഇനി നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എസിനെ നമ്മൾ ഇവിടെ നിർത്തി. LHSൽ കിടക്കുന്ന 0.80 നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണ്. ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷനാണ് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ RHSലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും അല്ലെ, ഡിവിഷൻ ആയിട്ട് മാറും. 40,000 ഡിവൈഡഡ് ബൈ 0.80 എത്ര വരും? = 50,000. എത്രയാണ് ആൻസർ വരുന്നത്? 50,000. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത്, ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്, ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് 25% ഓഫ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 1 lakh, ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് വിൽ ബി. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നേരത്തെ എന്തായിരുന്നു? സെയിൽസ് ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ സെയിൽസ് 100 ആയിട്ട് എടുക്കാമായിരുന്നു അല്ലെ. സെയിൽസ് 100 ആക്കി എടുത്തിട്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് 25% സെയിൽസിന്റെ. ഓക്കെ, മുമ്പത്തെ കേസ് തന്നെ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് തന്നിട്ടുണ്ട്. പക്ഷെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സെയിൽസ് അല്ല, എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. നോക്കാം. ഇവിടെ നമുക്ക് സെയിൽസ് എത്രയാണെന്ന് അറിയത്തില്ല, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അറിയാം, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് അറിയാം. അപ്പൊ അൺനോൺ ആയിട്ടുള്ള ഒരു സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്കി എടുക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ നമ്മൾ എന്താണ് നെറ്റ് സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആയിട്ട് എടുത്തു. കാരണം ഇവിടെ അറിയത്തില്ല. സെയിൽസിന്റെ ഫോർമുല എപ്പോഴും ഓർത്ത് വെച്ചോണം, മറക്കരുത്. സെയിൽസ് = കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള സെയിൽസ് അല്ലെ, അറിയത്തില്ല എത്രയാണ് സെയിൽസ്, അറിയത്തില്ല. അപ്പൊ നമ്മളിവിടെ എക്സ് ആക്കി എടുത്തു. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 1 lakh ആണെന്നറിയാം. ഇനി ഈ എക്സിന്റെ 25% ആണ് എന്ത്? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എക്സിന്റെ, അതായത് സെയിൽസിന്റെ, ഇവിടെ എസ് എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം എന്താണ് സെയിൽസിന്റെ അല്ലെങ്കിൽ എസിന്റെ അല്ലെങ്കിൽ എക്സിന്റെ 25% ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കിനി ഈ എക്സിന്റെ വാല്യൂ അല്ലെ, അതായത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, ഇത് ഒരു എക്സ് അല്ലെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു എക്സ് ആണിത്. ഒരു എക്സിന്റെ അകത്ത് എന്താണ്? ഇതിന്റെ 25% എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഒരു എക്സ്, അതായത് 100%, അതിനകത്ത് 25% എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണെങ്കിൽ എക്സ് മൈനസ് 0.25 എത്ര വരും? 0.75x. അതായത് ഇത്രയും ചെയ്താൽ മതി. 100-ൽ നിന്ന് 25% നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ എത്രയാണ്? 0.75x. ദെൻ 75x ആണ് എന്ത്? ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്ന 1,00,000 രൂപ. മനസ്സിലാവുന്നുണ്ടോ? ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മുമ്പേ ചെയ്തതുപോലെ തന്നെ എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ പാടില്ല. എക്സ് നമ്മൾ എടുത്തു. ഈ 0.75 ഇവിടെ LHSൽ മൾട്ടിപ്ലിക്കേഷനിലാണ് നടക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറുന്നു. 1 lakh ഡിവൈഡ് ബൈ 0.75,
1,33,333 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇതെന്താണ്? സെയിൽസ് മാത്രമേ ആയിട്ടുള്ളൂ. ഓർത്ത് വെക്കുക. മുമ്പേ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കാം. ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. സെയിൽസ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഉണ്ടാവത്തില്ലോ എന്നോട്. ഇത് നമ്മൾ പറഞ്ഞു നമുക്ക് നെറ്റ് സെയിൽസ് ഈസിക്കൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയണം. സെയിൽസ് അറിയത്തില്ല എങ്കിൽ സെയിൽസിനെ 100% കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഈ 25% ആണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള 75% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതവിടെ 1 lakh ആണ്. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 0.75 ആണ് നമുക്കിവിടെ സെയിൽസ് ആയിട്ട് കിട്ടുന്ന 1,33,333. അടുത്തത് ഗ്രോസ് പ്രോഫിറ്റിനെ കണ്ടുപിടിക്കണം അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടി അല്ലെ? നെറ്റ് സെയിൽസ് കിട്ടി. അതിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ മതി. അപ്പൊ എത്രയാണ്? 33,333 എന്നുള്ളതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഇത് ചെയ്ത് പഠിക്കുക. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്തത്, ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് സെയിൽസ് ഈസ് 80,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് rupees. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് 80,000 ആണ്. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സെയിൽസ് അല്ല, നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ല, എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കിട്ടിയോ? നമ്മൾ 3 വരുവാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ആണ്. ഏതിന്റെ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ. സെയിൽസ് വന്നിട്ടുണ്ട് 80,000. ഇനി കണ്ടുപിടിക്കാനുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഓക്കെ, സെയിൽസ് 80,000. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മുമ്പേ കണ്ട പോലെ തന്നെ എടുക്കാം. 80,000 സെയിൽസ് അതെന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്നതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ്, ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടില്ല, വീണ്ടും എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചാൽ പഴയ ഇക്വേഷൻ തന്നെ ഓർത്ത് വെക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ് 80,000 എന്ന് പറയുന്നത് അല്ലേ? സെയിൽസ് ഈസിക്കൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ് ഈ പറയുന്ന സെയിൽസ്. അപ്പോൾ സെയിൽസ് അറിയാം 80,000. ഇനി ഇവിടെ ഞാൻ 1x ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എക്സ് ആണ് 1x എന്നൊക്കെ എന്നോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താണ്? നമുക്ക് അറിയത്തില്ലാത്ത കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ സി എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം, അതാണ് നമ്മൾ നോക്കണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതിനെ എക്സ് ആയിട്ട് എടുത്തു. ആ എക്സിനോട് കൂടി എന്തും കൂടെ ചേരുന്നതാണ് 0.25x കൂടെ ചേരുന്നതാണ് എന്ത്? നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എക്സ് പ്ലസ് എക്സ് ഇവിടെ എക്സ് അല്ലെ? എക്സിന്റെ 0.25x. അപ്പോൾ 1x, ഇവിടെ ഒരു 1x ഉണ്ട്. 1xനോട് കൂടി 0.25x കൂടെ കൂട്ടുമ്പോൾ 1.25x എന്താണ്? അപ്പൊ 80,000 സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? 1.25x ആണ്. കിട്ടിയോ? 1.25x ആണ്. ഇനി ഇവിടെ എളുപ്പമല്ലേ? ഇനി ഈ എക്സ് ഇവിടെ നിൽക്കട്ടെ. എക്സ് ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 1.25 ഇവിടുന്ന് പറിച്ചു. അപ്പം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്ന 1.25 ഇങ്ങോട്ട് വരുമ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 1.25 എത്ര വരും? 64,000. ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ അതൊന്നും നമ്മൾ പഠിക്കണം. അപ്പം നന്നായിട്ട് കുറേ പ്രോബ്ലം ചെയ്ത് നോക്കണേ. അപ്പം പെട്ടെന്ന് നമുക്കിത് ചെയ്യാനായിട്ട് കിട്ടും. അപ്പം എത്ര വരും? 64,000. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ ഇട്ട് കണ്ടോ? ആ ഒറ്റ കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി, നമുക്ക് ഈ 3 പ്രോബ്ലംസും ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് നോക്കുക കേട്ടോ. The ratio between sale price SP and cost price CP of an article is 5:3. സെയിൽസ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ആ ഒരു റേഷ്യോ, ഒരു സാധനത്തിന്റെ സെയിൽസ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. Then find the ratio between profit and the cost price of that article. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് പ്രൈസ് ഈസ് ടു കോസ്റ്റ് പ്രൈസ് 5:3 ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല നമ്മൾ ആദ്യം പഠിച്ചൊരു ഫോർമുല ഉണ്ടല്ലോ, പ്രോഫിറ്റ്. കാരണം എന്താ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. ഇതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കാം, നമ്മുടെ പഴയ ഫോർമുലയിലേക്ക് വരിക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പം സെയിൽസ് പ്രൈസിൻ്റെത് എത്രയാണ് തന്നേക്കുന്നത്? 5. കോസ്റ്റ് പ്രൈസിൻ്റെ തന്നേക്കുന്നത് 3. കണ്ടല്ലോ അല്ലേ? സെയിൽസ് പ്രൈസിൻ്റെത് എത്രയാണ് റേഷ്യോ? 5. കോസ്റ്റ് പ്രൈസിൻ്റെത് 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഇല്ല. 5x - 3x = 2x ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ റേഷ്യോ എങ്ങനെ വരും? 2x to 3x. നോക്കിയേ, 2:3. കണ്ടോ? അപ്പം നമ്മൾ ആ ഒറ്റ ഫോർമുലയിലാണെങ്കിൽ വരുന്നത്. കറക്റ്റായിട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ മതി.
നെക്സ്റ്റ്, ഗിവൺ സെയിൽസ് 1,20,000, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ കോസ്റ്റ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കോസ്റ്റിന്റെ 25% പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. നമ്മൾ എന്തിന്റെ ബേസിലാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? നെറ്റ് സെയിൽസിന്റെ ബേസിലാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100% ആണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് വേണം, കാരണം നമുക്ക് ക്വസ്റ്റൻ എന്താ തന്നിട്ടുള്ളൂ? നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റിനെ കുറിച്ചൊരു ക്ലൂവേ ഉള്ളൂ, കോസ്റ്റിന്റെ 25%. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ട സാധനം എന്താണ്? നെറ്റ് സെയിൽസ് ഉണ്ട്, 100% അറിയാം, ഗ്രോസ് പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റിന്റെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സെയിൽസ് അറിയാം, ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയത്തില്ല. ഗ്രോസ് പ്രോഫിറ്റ് ക്ലൂ ഉണ്ട്, കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ എക്സ് എന്നോ 1 എന്നോ ഒക്കെ എടുക്കുക. അതിന്റെ എത്രയാണ്? അതിന്റെ 25%. നമുക്കിവിടെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെസിമലിലേക്ക് മാറ്റി 0.25 ആണ് എന്തായിട്ട് വരുന്നത്? പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 25% നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് 1,20,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം ആണല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് നോക്കിയേ, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഇനി നമ്മൾ നേരെ സെയിൽസ് അല്ലെ, നമുക്കറിയാവുന്ന ഒരു എമൗണ്ട് ഉള്ളത് സെയിൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് കൂടെ ഇവിടെ പ്രോഫിറ്റ് ആഡ് ചെയ്യാം അല്ലെ. പ്രോഫിറ്റ് അതായത് 0.25 ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 25% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോടുകൂടി ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടും. ഈ സെയിൽസ് എന്ന് പറയുന്നത് 1,20,000. അപ്പൊ ഇത് നമ്മൾ എക്സ് ആയിട്ടോ അല്ലെങ്കിൽ 1 ആയിട്ടോ നമ്മൾ എടുത്തു, ഒരു എക്സ് അല്ലെ, ഒരു എക്സ്. ആ എക്സിനോട് കൂടി 0.25 എടുക്കുമ്പോൾ 1.25 ആണ് അല്ലെ. 25 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്തായിട്ട് വരുന്നത്? നമുക്ക് നമ്മളുടെ സെയിൽസ് ആയിട്ട് വരുന്നത്. അതായത് 1.25 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 1.25 എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതിന് 25% കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 1,20,000 സെയിൽസ് ആയി. ഇനി നമുക്ക് എളുപ്പമല്ലേ, കാരണം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 1.25നെ ഇവിടെ നമ്മൾ പറിച്ചു, ഇവിടുന്ന് LHS എടുത്ത് RHS കൊണ്ടുപോകുമ്പോൾ അത് എന്ത് ചെയ്യും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്ന ഡിവിഷൻ ആകും. 1,20,000 ഡിവൈഡഡ് ബൈ 1.25 ഈസ് ഈക്വൽ ടു 96,000. അപ്പം നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. ഇനി എളുപ്പമല്ലേ, കാരണം ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ സെയിൽസ് അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അറിയാം. സെയിൽസ് 1,20,000 മൈനസ് 96,000 കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 24,000 രൂപ. അതാണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതല്ല, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. റേഷ്യോ കണ്ടുപിടിക്കാൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ് അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് 24,000 ആണെന്ന് കിട്ടി. ദെൻ അതിൽ നമ്മുടെ സെയിൽസ് ആയിട്ടുള്ള ഓൾറെഡി നമുക്ക് അറിയാവുന്ന 1,20,000നെ ഡിവിഷൻ ആണ്. സെയിൽസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 അല്ലെ, എത്ര വരും? 24,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100, 20% ആണ് നമുക്ക് കിട്ടുന്നത്. ഓർത്ത് വെക്കുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? 20% ആണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, എത്രയാണ്? ഓക്കെ, എത്രയാണ്? 20%. പത്ത് വെച്ചാണ് നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 20%. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇഫ് ദർ ഇസ് എ profit of 20% on the cost price, then the percentage of profit on the sales price is dash. എന്താണ്? Profit of 20% on the cost price, then the percentage of profit on the sales price is dash. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ഏതിന്റെ ബേസിലാണ്? കോസ്റ്റ് പ്രൈസിന്റെ, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ഇതിലാണ് തന്നിരിക്കുന്നത് 20%. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ ബേസിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20%. ഇനി നമുക്കിവിടെ നമ്മുടെ നമ്മൾ ഇത്രയും തന്നെ കണ്ട ഇക്വേഷൻ തന്നെ എടുത്ത് നമുക്ക് ഇവിടെയും ചെയ്യത്തുള്ളൂ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അല്ലെ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ SP സെല്ലിംഗ് പ്രൈസ്, CP കോസ്റ്റ് പ്രൈസ്, P എന്ന് പറയുന്നത് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ആർക്കും അറിയാവുന്ന എന്താണ്? പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? അതായത് നമ്മളുടെ കോസ്റ്റ് പ്രൈസിന് 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് അറിയാമോ? ഇല്ല, കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയത്തില്ല. ഇനി കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. ദെൻ നമുക്ക് അറിയാവുന്ന എന്താണ്? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത്രയേ ഉള്ളൂ. നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് പ്രൈസ്
അല്ലേ? എന്തൊക്കെ ഉണ്ട്? നമുക്ക് സെല്ലിംഗ് പ്രൈസ്, ഇപ്പം ഇവിടെ ഒന്ന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ നമ്മളുടെ പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണുള്ളത്? കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് നമുക്ക് രണ്ടും അറിയത്തില്ല. അപ്പൊ നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എടുക്കാം, ഇവിടെ നമ്മളുടെ എന്താണ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? കോസ്റ്റ് പ്രൈസിന്റെ എത്രയാണ്? 20% ആണല്ലോ. പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? കോസ്റ്റ് പ്രൈസിന്റെ 20%. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 എങ്ങനെ വന്നു? അതായത് നമുക്ക് ഓർത്തു വെക്കാം, ഇവിടെ നമ്മളുടെ കോസ്റ്റ് പ്രൈസിനെ എന്ത് ചെയ്യാണ്? 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ചിട്ട് Then, അടുത്ത question, if there is a profit of 20% on the cost price, then the percentage of profit on the sales price is dash. ഇവിടെ നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല, കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ദ കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസിന്റെ 20% പ്രോഫിറ്റ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ സെയിൽസ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ സെയിൽസ് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, ഇവിടെ ഒരു അസംഷൻ നമ്മൾ ഓൾറെഡി, ഞാൻ ആദ്യം ഒരു അസംഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, സെയിൽസ് നമുക്ക് എത്രയാണ്? നമ്മൾ എപ്പോഴും 100% എടുക്കും. അതിൻ്റെ നമ്മളിപ്പോൾ 80% എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ ബാക്കി 20% പ്രോഫിറ്റ്. ആ ഒരു അസംഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു അസംഷൻ അല്ല എടുക്കുന്നത്. ഇവിടെ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 100 എടുക്കുന്നു. പെർസെൻറ്റേജ് അല്ല, നമ്മൾ 100 എടുക്കുന്നു. മുഴുവൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന്റെ 20% പ്രോഫിറ്റ് എങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണ്? 20 രൂപ. കിട്ടിയോ? അപ്പൊ എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 20. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് അതിനോടുകൂടെ പ്രോഫിറ്റും കൂടെ കൂട്ടുന്നതല്ലേ? അത് ഒരു പെന്നിന്റെ വില 10 രൂപയാണെങ്കിൽ അതിനകത്ത് 8 രൂപ ചെലവും 2 രൂപ പ്രോഫിറ്റ് കൂടെ കൂടുന്നതാണല്ലോ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇവിടെയാണെങ്കിൽ 100 രൂപ എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, 20 രൂപയാണ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വില എത്രയാണ്? 120 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ എത്രയോ തവണ കണ്ടു? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി എത്രയാണ്? 20. സെയിൽസ് എത്രയാണ്? 120. 20 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ് കിട്ടും. അടുത്തത്, കാൽക്കുലേറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. തന്നിരിക്കുന്നത് സെയിൽസ് എന്നിട്ടുണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എടുത്തല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നോക്കാം, നമുക്ക് എന്താ വേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ, ഓർത്ത് വെച്ചാണ്, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ഗ്രോസ് പ്രോഫിറ്റും വേണം, സെയിൽസും വേണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇരുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കാം. സെയിൽസ് കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല, കാരണം ടോട്ടൽ 1 lakh സെയിൽസ് ഉണ്ട്. അതിൽ നമ്മുടെ സെയിൽസ് റിട്ടേൺ 10,000 കുറച്ചാൽ 90,000 ആണ് എന്ത്? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞത്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ നെറ്റ് പർച്ചേസ് എത്രയാണ്? 60,000. അതായത് ഈ വർഷത്തെ പർച്ചേസ് 60,000. ദെൻ റിട്ടേൺ 15,000 ഉണ്ട്, അത് കുറയ്ക്കണം, 45,000. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കൂടുന്നതാണ്? നമ്മൾ ആദ്യം എടുത്ത് ഇക്വേഷൻ എടുക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ വർഷത്തെ നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 60,000 ആയിരുന്നു പർച്ചേസ് നടത്തിയത്. നമ്മൾ ഈ വർഷത്തെ പർച്ചേസ് നടത്തിയത് 60,000 ആയിരുന്നു. അതിൽ നമ്മുടെ റിട്ടേൺ കുറച്ച് 15,000 കുറച്ചപ്പം നെറ്റ് പർച്ചേസ് കിട്ടി 45,000. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഈ വർഷം നടത്തിയിരിക്കുന്ന നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? അതായത് ഓപ്പണിംഗിൽ നമ്മളെ 20,000 രൂപയുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ 45,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് മിച്ചം ഇരിക്കുന്ന 5,000 കുറച്ച് കഴിഞ്ഞാൽ 60,000 ആണ് ഈ വർഷം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി എളുപ്പമല്ലേ? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ മതി. 90,000 നിന്നും 60,000 കുറച്ചാൽ 30,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ 30,000 രൂപ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് അറിയാം, നെറ്റ് സെയിൽസ് 90,000 ആണെന്ന് അറിയാം. എങ്കിൽ പിന്നെ വല്ല പാടുണ്ടോ? ഇല്ല. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ മതി. 30,000 ഡിവൈഡ് ബൈ 90,000 33.33% എന്ന് നമുക്ക് കിട്ടും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ.
ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 2 ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് ഇടണം. ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്, ശ്രദ്ധിച്ചോണേ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദെൻ സെയിൽസ് എത്ര? സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളേ. നമ്മൾ സെയിൽസിന് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 100% എടുത്ത് നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പം എന്താണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 25% ഏതിന്റെ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എത്രയാണ് സെയിൽസ് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഇഫ് റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ₹1,80,000. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ നാളെ ഇതൊന്ന് നമ്മൾ കമന്റിൽ ഇട്ടാൽ മതി. നാളെ ഇത് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഇഫ് റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കണ്ടുപിടിക്കുക. ഈ 2 ക്വസ്റ്റൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. അപ്പം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം ചെറിയൊരു ഡിലേ ഇടയ്ക്ക് വരുന്നത് എനിക്ക് ചുമയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് നാളെയൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നോക്കാം. താങ്ക് ഫോർ വാച്ചിങ്.